എടോ നിങ്ങളുടെ റൂം ഞാൻ ശരിയാക്കി തരാമെന്നല്ലേ പറഞ്ഞത്, എന്നെ നമ്പ്. സാറിനെ നമ്പി നമ്മളിപ്പോ ഉപ്പിലിട്ട മാങ്ങണക്കായി. ഗവൺമെന്റ് ഫണ്ട് ഒന്ന് സാങ്ഷൻ ആയി കിട്ടട്ടോ. നിങ്ങളുടെ റൂം മാത്രമല്ല എന്റെ വീട് ഉൾപ്പെടെ പുതുക്കി പണിയുന്നുണ്ട്. ഐ മീൻ ദിസ് ബോയ്സ് ഹോസ്റ്റൽ. ഇത് എന്റെ മറ്റൊരു വീട് പോലെയാണല്ലോ. സാറേ ഇപ്പൊ നമ്മളെ റൂമിൽ കൊട പിടിച്ചാണ് ഇരിക്കാറ്. രണ്ടിനും മാനസിക നില വല്ലതും തെറ്റിയോ? അതെന്താ? അല്ല, കൊട ചൂടി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ചോദിച്ചതാണ്. അതല്ല, മേൽക്കൂരെ ചോർച്ചാറിന്റെ മഴയത്ത് കൊട പിടിച്ചിരിക്കുമെന്ന്. ഓ ഐ സി, വണ്ടർഫുൾ ഐഡിയ. കിച്ചണിൽ നിൽക്കുന്ന കുക്ക് പുഷ്പനും നമുക്കൊരു കൊട വാങ്ങിച്ചു കൊടുക്കണം. ഇപ്പൊ ഞാൻ അതിന്റെ മൂട്ടിൽ നിന്നാണ് കുളിക്കണത്. സി ശങ്കരൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പെയ്ഡ് വാട്ടർ കണക്ഷൻ അങ്ങ് കട്ട് ചെയ്താലോ? കുറെ പൈസ ലാഭിക്കാം. സാറേ നിങ്ങൾ ആർക്ക് വേണ്ടി സാറേ പൈസ കൊണ്ടായിട്ട് ഇതൊന്നും ചെയ്യാതിരിക്കണ? എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി. പിന്നെ ആർക്കടോ ഇതൊക്കെ? ഏത് സമയവും വീഴാറായി നിൽക്കുന്ന ഒരു ഫാനാണ് ആ റൂമിൽ കിടക്കണത്. അതെങ്ങനെ നമ്മൾ തലയിൽ വന്ന് പതിച്ചാൽ ഞാൻ രക്ഷപ്പെടും. എന്താ? ഓ ജീസസ്, എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എനിക്ക് ആരുണ്ട്? റൂമിലാണെങ്കിൽ ലൈറ്റ് ഇല്ല. രാത്രി ബുക്ക് എടുത്തൊന്ന് പഠിക്കാന്ന് വെച്ചാൽ എന്ത് ചെയ്യും? എങ്ങനെ? സാറേ അത് അവന് തെറ്റിയതാണ്. തലേണ ഇല്ലാത്തതുകൊണ്ട് ബുക്ക് വെച്ചാണ് നമ്മൾ തലേണ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. തന്റെ റൂമിൽ മാത്രമല്ലേ ചോർച്ചയുള്ളൂ, ബാക്കിയുള്ള റൂമിലൊന്നും ചോർച്ചയില്ലല്ലോ? ആരും കംപ്ലൈന്റ് ചെയ്യുന്നില്ല? ഇല്ല, അവിടെ ഒന്നും പ്രശ്നമില്ല. കാരണം അവിടെ നിന്ന് മേൽക്കൂര തന്നെ ഇല്ലല്ലോ. തൽക്കാലം നമുക്ക് ടാർപ്പ് വലിച്ചു കെട്ടി ചോരുന്ന സ്ഥലത്തെല്ലാം 2 ബക്കറ്റ് വീതം വെക്കാം. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. സാറേ ഇത് ശരിയാക്കി തന്നില്ലെങ്കിൽ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് ലെറ്റർ കൊടുക്കും. ഓ, നിങ്ങൾ അത്രയ്ക്കുള്ള ബന്ധങ്ങളോട്ട് പോവുകയാണല്ലേ? അങ്ങനെയാണെങ്കിൽ കംപ്ലൈന്റ് ലെറ്റർ എഴുതാനുള്ള ഫോർമാറ്റ് പറയടോ. അതൊക്കെ നമുക്കറിയാം. നമ്മൾ വിവരമുള്ള ആൾക്കാരെ കൊണ്ടേ അത് കഴിപ്പിച്ചോളാം. നിങ്ങൾക്കിപ്പോ എന്താണ് വേണ്ടത്? ഒരു മെഴ്സിഡസ് ബെൻസ് വേണം. തരോ? ചോർച്ചയില്ലാത്ത അന്തസ്സായി കൂർക്കം വലിച്ച് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു മനോഹരമായ റൂം നമുക്ക് വേണം. അങ്ങനെ ഒരു റൂം എന്റെ റൂം അല്ലാതെ മതി. സാറിന്റെ റൂം മതി. എന്നിട്ട് സാറ് വല്ല കുടിലും പോയി താമസിച്ചോ? നമ്മൾ സാറിന്റെ റൂം എടുത്തോളാം. എടോ ഞാനൊരു സാറാണ്. നമുക്കും കൂടെ തോന്നണ്ടേ? മുകളിലത്തെ നിലയിൽ കുറെ നാളുകളായി അടഞ്ഞുകിടക്കുന്ന ഒരു റൂം ഉണ്ട്. അതിന്റെ താക്കോൽ ഞാൻ എടുത്തു തരാം. ഫുൾ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. വൃത്തിയാക്കി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കൂ. AC ഉണ്ടോ? ബാത്റൂം അറ്റാച്ച്ഡ് ആണോ? റെഫ്രിജറേറ്റർ, TV? മക്കളെ, ഇത് ബോയ്സ് ഹോസ്റ്റലാണ്, അല്ലാതെ അതിന്റെ ഡാഡിമാരുണ്ടാക്കിയ റിസോർട്ടല്ല. നമുക്ക് അധികം സാധനങ്ങൾ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ട്. സത്യം, ഇല്ലെങ്കിൽ അതൊക്കെ ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് കയറണ്ടേ? ഈ ജട്ടിയെ കൊണ്ടുവരാൻ എന്തൊരു പാട്. പോക്കറ്റ് വെച്ചേക്കാം. എനിക്ക് ആ സീനില്ല, ഞാൻ ജെട്ടിട്ടില്ല. അതെവിടെ പോയി? അതല്ലേ ചോർച്ചയുള്ള സ്ഥലത്ത് ഞാൻ പൊത്തി വെച്ചിരിക്കണം. അയ്യേ, അതിന്റെ മൂട്ടിന്നാ ഞാൻ കുളിച്ചത്. എന്നാലും ജെട്ടി കയറ്റി വെച്ചിട്ടും ചോർച്ച നിക്കലല്ല. അത് ഓട്ടമുള്ള സ്ഥലത്ത് ഓട്ടമുള്ള ജട്ടി എന്നെ കുത്തി കയറ്റി വെച്ചാലേ ചോർച്ച നിക്കൂലടാ. കറക്റ്റാണ്. ഇതാരും തുറന്നേക്കണം. കൂട്ടൊന്നും ഇല്ലേ? ഇതാണാ സാർ അലങ്കോലപ്പെട്ട് കിടക്കണ റൂം എന്ന് പറഞ്ഞ? ഇത് നല്ല വൃത്തിയുണ്ടല്ല. നല്ല പരിചയമുള്ള മൂലം. മൂലം വെച്ചാണ് ആൾക്കാരെ തിരിച്ചറിയണത്. അങ്ങനല്ലടാ, ഇത് ഞാൻ എഫിട്ടയ്യോ. അഷ്ടമുടിക്കായൽ. റോൾ നമ്പർ 21 പ്രസന്റ് സാർ. ലവൻ തന്നെ മൂലം വെച്ച് കണ്ടുപിടിച്ച് തെണ്ടി കഴിവേന്നെ. നിങ്ങൾ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഞാൻ ഇന്നലെ നാട്ടിൽ നിന്ന് വന്നു. നോക്കിയപ്പോൾ താഴത്തെ റൂമിൽ മൊത്തം ചോർച്ച. പിന്നെ ഒന്നും നോക്കിയില്ല, ഈ റൂമിൽ കയറി വൃത്തിയാക്കി ഇവിടെ കയറി കിടന്നുറങ്ങി. അപ്പൊ നമ്മളെ പണി കുറഞ്ഞു കിട്ടി. അല്ല, നിനക്കെവിടെ നീ റൂമിന്റെ താക്കോൽ കിട്ടി? എന്റെ വകയിലെ മാമൻ പൂട്ടു തുറക്കാൻ വിദഗ്ധനാണ്. അദ്ദേഹം പഠിപ്പിച്ചു തന്നതാണ് ഈ വിദ്യ. പൂട്ടു തുറക്കൽ വിദഗ്ധൻ. ഇൻഡു കള്ളൻ. ടിക്ക്. കള്ളനെന്ന് വിളിക്കരുത്, ബഹുമാനം കൊടുത്തേ വിളിക്കാവൂ. തസ്കരൻ. ഇനി റൂം ഒക്കെ വൃത്തിയാക്കിയല്ല, കിടന്നുറങ്ങുകയും ചെയ്തല്ല. ഇനി ബാക്കി താഴെ പോയി കിടന്നുറങ്ങിക്കോ. നമുക്ക് കുറച്ച് കിടന്നുറങ്ങണം. ഞാനില്ല ഇനി അങ്ങോട്ട്. ശിഷ്ടകാലം ഇവിടെ തന്നെ. നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ഞാൻ തറവാട്ടിൽ നിന്ന് എന്താണ് കൊണ്ടുവന്നതെന്ന് അറിയാമോ? വരിക്കച്ചക്ക. അയ്യോ, നീ അത് കഴിച്ചിട്ടാണോ വന്ന? അതെ. എങ്കിൽ നീ ഒട്ടുവിടെ റൂമിൽ നിൽക്കണ്ട, ഇറങ്ങിപ്പോടാ. പ്ലീസ് ഗൈസ്, എന്നെ പറഞ്ഞു വിടരുത്. എനിക്ക് പഠിക്കാൻ കുറെ ഉണ്ട്. ഇത് വലിയ കഷ്ടമായില്ല. നീ ഇവിടെ തന്നെ കൂടിക്കോ. പക്ഷേ ഒരു കാര്യം, രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോഴേ നിന്റെ ഇങ്ങനെ ശബ്ദം നിർത്തി ഒരു പഠിത്തമുണ്ടല്ല, അതൊന്നും വേണ്ട. അക്കാര്യം ഞാൻ ഏറ്റു. They will react against discrimination. When the discrimination becomes intolerable, they will stop trying to. എവന്റെ തൊള്ളയിലെ സ്പീക്കർ ആണെന്ന് തോന്നണം. അഷ്ടമുടി. ഓളിയും പെട്ട ഒന്ന് കുറച്ചു.
സോറി ഗൈസ്, വോളിയം കുറയ്ക്കാനുള്ള ബട്ടൺ കംപ്ലൈന്റ് ആണ്. യവനെ നാട്ടിലെ നാട്ടുകാർ യവനാണ് അനൗൺസ്മെന്റിന് വിളിക്കണ. അവർക്ക് മറ്റേ മൈക്ക് സെറ്റിന്റെ സ്പീക്കറിന്റെ ഒക്കെ വാടക കൊടുക്കണ്ടല്ലേ. യൂറിനേഷന് സമയമായി. ഞാൻ യൂറിൻ പാസ് ചെയ്തിട്ട് ഇപ്പൊ വരാമേ. അവൻ പോയ ഗ്യാപ്പിലെ നമുക്ക് കുറച്ചെങ്കിലും കിടന്നുറങ്ങാം. ഈശ്വര, അവന്റെ മൂത്രമൊഴി 3.5 മണിക്കൂർ ആക്കണേ. ഒരിക്കലും ഒഴിച്ചാൽ തീരല്ലേ ഭഗവാനെ. യൂറിൻ പാസ് ചെയ്യുമ്പോൾ പഠിച്ചതെല്ലാം ഒലിച്ചു പോകുമോ എന്തോ. ഈശ്വര കാത്തോളനെ. ഇതെന്താ സ്റ്റെയർ ഇറങ്ങിയിട്ട് തീരാത്തെ? മിക്കവാറും സ്റ്റെയറിൽ തന്നെ പെടുത്ത് വെക്കേണ്ടി വരും. ഇതെന്താ ഇങ്ങനെ? ഗൈസ് പോകുന്നില്ല. പൈപ്പ് തുറന്നു വിട്ടിട്ട് പെടുത്തു നോക്കടാ, മൂത്രമൊക്കെ സിറന്ന് പോകും. അതല്ല, താഴോട്ട് പോകുന്നില്ല എന്ന്. എങ്കിൽ നീ തലകുത്തി നിന്ന് പെട്, അപ്പൊ മൂത്രം താഴോട്ട് പോകും. സ്റ്റെയർ കേസ് വഴി താഴോട്ട് ഇറങ്ങാൻ നോക്കുമ്പോൾ വന്ന സ്ഥലം തന്നെ വീണ്ടും റിപ്പീറ്റ് ആകുന്നു. എന്തോന്നടേ നീ പറയണ? പഠിച്ച് മൂത്രവും പോലുള്ള സ്റ്റെയർ കേസും ഇറങ്ങാൻ അറിഞ്ഞൂടെ ഇപ്പം. നിങ്ങൾ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. എന്തോന്ന് സ്റ്റെയർ കേസ്? അത് നീ ഒന്ന് വന്നാണ് നോക്കിയിട്ട് വരാം. അഷ്ടാമൃത, ഞാൻ എടുത്തൊരു കാര്യമുള്ള കാര്യം പറയാം. എന്താണ്? നിനക്ക് പ്രാന്താണ്. നിങ്ങളൊന്ന് ഇറങ്ങി നോക്കാം, അപ്പൊ മനസ്സിലാവും ആർക്കാണ് പ്രാന്തെന്ന്. നമുക്ക് കാണാല്ല. ശങ്കര വാടേ. യെസ്, നമ്മൾ കുറെ പണികൾ ഇറങ്ങിയത് തന്നെ. ബാത്റൂം പോകാൻ അറിഞ്ഞൂടെ. ബാത്റൂമിൽ ഇതാണ്ട സ്റ്റെയർ കേസ് ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോവുക. അങ്ങനെ പോയി കഴിയുമ്പോ ബാത്റൂം എത്തി. ഇതിനെന്തിനാണ് ഇത്ര പാട്? ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? സംഭവം നമ്മൾ പതുക്കെ ഇറങ്ങിയോണ്ടാണ് ഇങ്ങനെ നമുക്ക് തോന്നണത്. സ്പീഡിൽ ഇറങ്ങി നോക്കാം. ഇറങ്ങി ഓടുക. അങ്ങനെ ഓടി ഇറങ്ങുമ്പോഴാണ് ബാത്റൂമിൽ എത്തണം. ഇവിടെ നീ സാറിനൊന്ന് വിളിക്കൂടാ. ഇവിടെ ഇരുന്ന ബാത്റൂമിനെ കാണാനില്ല. ആരെടുത്തോണ്ട് പോയാൽ തോന്നും. അങ്ങനെ വിട്ടാ ശരിയാവൂലല്ല. ശങ്കര, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നീ ഓടി ഇറങ്ങിക്കൊള്ളാം. 3, 2, 1 ഓടിക്കോ. ശങ്കരൻ വിട്ട എല്ലാം സെറ്റ് ആവും. എനിക്കറിയാം, ശങ്കരൻ കിടിലോട്. ശങ്കര, നീ എവിടെ? ശങ്കു, ഞാൻ ഇവിടെ ഉണ്ട്. വിയർക്കണം. എന്തിനാ കൃഷ്ണ ഷുഗർ പറഞ്ഞ? നടന്നിറങ്ങി, ഓടിയിറങ്ങി, ലാസ്റ്റ് വൺ ഇതിലേക്കൂടെ നിരങ്ങി ഇറങ്ങും. നീ എന്റെ എന്നെ വിളിക്കരുത്. വിളിച്ചാ കൊല്ലും പറ്റി. ഞാൻ ഇവിടെ ഒളിച്ചിരിക്കും. ഓക്കെ, നിരങ്ങ്. നിരങ്ങിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ശങ്കര ബാത്റൂമിൽ പോയി. എനിക്കറിയാം, പോയവൻ. ഞാൻ പറഞ്ഞില്ലടാ. അഷ്ടാമൃത, ശങ്കര, ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. ഓഹോ, അതിന് നീ പറഞ്ഞിട്ട് വേണോ നമ്മൾ അറിയാൻ? ശങ്കര, ഇറങ്ങി ഓടറാ. ഓടി രക്ഷപ്പെടറാ. നീ നമ്മള് രക്ഷപ്പെടറാ. അഷ്ടമുടി. രാമ 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 പുല്ലേ, കന്നത്തിരിവ് കാണിക്കരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? വിശ്വാസമായി. ആ ചോർച്ചുള്ള റൂമിൽ കിടന്നാ മതിയായിരുന്നു. നമുക്ക് ഈ ഗതി വരുത്തിയത് ആരാണ്? താമരാക്ഷൻ സാർ. ഈ മിസ്റ്റർ ബീന്റെ ഓരോരോ കാര്യങ്ങളെ. കൃഷ്ണനോ? ഹലോ കൃഷ്ണൻ, പറയൂ. ഹലോ സാർ ഉറങ്ങിയോ? ഇല്ലോടെ, ഞാൻ ഉറങ്ങിയില്ല. ഞാൻ മിസ്റ്റർ ബീൻ കണ്ട് ചിരിച്ചു കിടക്കുകയായിരുന്നു. ഉറങ്ങിയില്ലെങ്കിൽ സാർ ഇങ്ങോട്ടൊന്ന് വരൂ. നമ്മുടെ അഷ്ടാമൃതന് ഒരു സംശയം, നമുക്കും ഡൗട്ടുണ്ടേ, ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അതെയോ? ഞാൻ വരാം. ഐ ആം കമ്മിങ് ഓൺ ദ വേ. ഓക്കെ, വരും. കൃഷ്ണൻ, ശങ്കരൻ, അഷ്ടാമൃതൻ, വാതിൽ തുറക്കൂ. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ താമരാക്ഷൻ സാർ എത്തിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഡൗട്ട്? കേറി വരൂ സാർ. ഇനി ഇറങ്ങി പൊക്കോളൂ. ഗുഡ് നൈറ്റ് സാർ.
ആളെ വിളിച്ചിട്ട് അപമാനിക്കുന്നു. യൂസ്ലെസ് ഇഡിയറ്റ്സ്. ഞാനൊരു സാറാണ്, അത് ഓർമ്മ വേണം നിങ്ങൾക്ക്. ഞാനെന്താ തട്ടിക്കളിക്കുന്ന പന്തോ എല്ലാവർക്കും കൂടെ തട്ടാൻ വേണ്ടി? ഇനി അങ്ങനെ അവർ വിചാരിച്ച് കാണുമോ എന്തോ. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ സ്റ്റെയറിന്റെ എണ്ണം കുറവായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോൾ വൻ വർധനവ് സ്റ്റെയറിന്റെ എണ്ണം. എഞ്ചിനീയറിംഗ് ബ്രില്യൻസ് വലുതായിരിക്കും. വന്ന സ്ഥലത്തിലെ വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുന്നത്. ഇതിനാകെ 2 നിലയിലേ ഉള്ളൂ, ഇപ്പൊ 3 നിലയായ. എല്ലാം എനിക്ക് പിടികിട്ടി. എന്താ സാർ? താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, ഞാൻ പെട്ടു. ആണോ? വെരി ഗുഡ്. അത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. നീക്കയോ കുടുങ്ങി. എന്തിനാ എന്നെ കൂടെ വിളിച്ച് കയറ്റിയത്? മാസിനോടുള്ള പെരുത്ത് ഇഷ്ടം കൊണ്ട് അല്ലേടാ അടപ്രഥമാ? ട്രൂ ട്രൂ. ആ ആന്ന്. യോ മാറിടും അങ്ങോട്ട്. മോനെ അഭിജിത്ത് മോനെ, നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാൻ മരിച്ചിട്ട് കുറെ വർഷങ്ങളായി. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഇനി എങ്ങനെ പങ്കെടുക്കും അഭിജിത്ത്? നിങ്ങളുടെ തമാശ കേൾക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് സമയമില്ല, എന്നെ പഠിക്കാൻ അനുവദിക്കണം അഭിജിത്ത്. നോ, അനുവദിക്കില്ല. പേടെ അവിടെ നിന്ന്. അഭിജിത്ത് മരിക്കാൻ കാരണേ അഭിജിത്ത് എന്ന പേരുള്ള ഇൻസ്റ്റാഗ്രാം ട്രോളുകൾ കണ്ടിട്ടാണോ? അല്ല, ഞാനൊരു സിനിമാ പ്രേമിയാണ്. ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ അഭിനയിച്ച്, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തുള്ള 1.5 മണിക്കൂർ നീണ്ട ഹ്രസ്വചിത്രം എടുത്തു. അത് ഞാൻ എല്ലാ ഡയറക്ടേഴ്സിനെയും കൊണ്ട് കാണിച്ചു. അയ്യോ സോ സ്വീറ്റ്, പാവ പയ്യൻ. ഇപ്പൊ നെപ്പോക്കുന്റെ കാലമല്ലേ, എല്ലാം ഈ അറിയുന്ന സകലകാ വല്ലഭനെ അവർ തള്ളിക്കളഞ്ഞു കാണും. അങ്ങനെ മരിച്ചതാവൂലെ അഭിജിത്ത്? അതെ, എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു. അവസാനം ഞാൻ സ്വയം ജീവനൊടുക്കി. പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിച്ച് ജോലി വാങ്ങുന്നതിന് പകരം സ്വയം തീർന്നിരിക്കുന്ന മണ്ടൻ. എടാ പൊട്ട, ഈ പറയണവനില്ലേ മനുഷ്യരല്ല പ്രേതമാണ്, നിന്നെ വിഴുങ്ങും. സോറി അഭിജിത്ത്, ദാറ്റ്സ് മൈ ഫാൾട്ട്. ഇതിപ്പോ ഞങ്ങൾ എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തു പോകണം. അതിനൊരു വഴിയേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ 1.5 മണിക്കൂർ അടങ്ങുന്ന ഹ്രസ്വചിത്രം കണ്ടു തീർക്കണം. ബെഡിനടിയിൽ ഒരു പെൺഡ്രൈവ് ഉണ്ട്, അതിലെന്റെ ചിത്രമുണ്ട്. കാണണം. കാണും, കണ്ടിരിക്കും. കാരണം ലോകം അറിയപ്പെടാതെ പോയ ഈ പ്രതിഭയെ നമ്മളിലൂടെ മറ്റുള്ളവരെ നമ്മൾ അറിയിക്കും, തീർച്ച. അതെ, നിങ്ങളെ ചിത്രം കണ്ടു കഴിഞ്ഞിട്ടേ ഈ പെൺഡ്രൈവ് നമ്മൾ എടുത്തോട്ടാ. 32 GB. 32 GB. പ്ലീസ് നമുക്ക് തരോ? യെസ്, എനിക്കും വേണം പെൺഡ്രൈവ്. പ്രോജക്റ്റിന്റെ കുറെ PDF ഫയൽ എനിക്ക് സേവ് ചെയ്യാനുണ്ട്. കൂടുതൽ കിടന്ന് ഞെളിക്കേണ്ട ആരും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അത് കണ്ടു തീർക്കണം. ഇല്ലെങ്കിൽ മരണം ഉറപ്പ്. അതെ, നിങ്ങൾക്ക് ഒരു ജീവൻ മാത്രം മതിയെങ്കിലേ നമ്മളെ സാറിനെ ബലിയടാക്കാൻ നമ്മൾ തയ്യാറാണ്. അല്ലേടാ? അതെ അല്ലേടാ? ഐ ആം സപ്പോർട്ടിങ് യു. എടാ വൈകിക്കണ്ട, കണ്ടു തുടങ്ങിക്കോളൂ. അടപ്രഥമ, താമസിക്കണ്ട, നിന്റെ ലാപ്പട്. ലാപ്ടോപ്പ് എന്റെ കയ്യിലില്ല, താഴെ ഇരിക്കുകയാണ്. എന്നെ മാത്രം താഴെ പോവാൻ അനുവദിച്ചാൽ ഞാൻ ലാപ്ടോപ്പ് എടുത്തോണ്ട് വരാം. ഇവനെ ഇവിടെ പോകാൻ അനുവദിക്കരുത്. ഇതവന്റെ കള്ളത്തരമാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അഭിജിത്ത് മോനെ ഇവനെ പൂട്ടു. ഇത് കണ്ടു തീർക്കാതെ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അയ്യോ, ലാപ്ടോപ്പ് ഇവിടെ ഇരിക്കുന്നു. എന്തൊരു അത്ഭുതമല്ലേ. ലാപ്ടോപ്പിന് നിന്റെ അപ്പൂപ്പന്റെ പ്രായം ഉണ്ടല്ലടാ. അഭിജിത്ത് ചുമ്മാ ഇരിക്കാൻ പറ, എന്റെ ലാപ്ടോപ്പിനെ കളിയാക്കുന്നു. എല്ലാരും കാണും. വല്ലതും കാണൂടെ? കണ്ടോ അഭിനയ വിസ്മയത്തെ? ഇപ്പൊ നിനക്ക് കാണാം. അമ്മ, ഞാൻ അക്കരക്കരയിൽ അവറാച്ചിന്റെ കടയിൽ പോയി 1/2 കിലോ നേന്ത്രപ്പഴം വാങ്ങിച്ചോണ്ട് വരട്ടെ. ഹാ, തുടക്കം തന്നെ എന്തൊരു നാച്ചുറാലിറ്റി. അഭിജിത്ത്, ഗുഡ് പ്രസന്റേഷൻ. അങ്ങനെയാണെങ്കിൽ മകൻ ബൂസ്റ്റും പാലും പഴവും കൂടി വാങ്ങിച്ചോണ്ട് വരൂ. അതെന്തിനാണമ്മേ? അമ്മ മക്കൾക്ക് ഷാർജ ഉണ്ടാക്കി തരാം. അമ്മേ, ഷാർജയോ? ഈ മകനോ?
അമ്മേ, അമ്മയാണ് എന്റെ അമ്മ, അമ്മയാണ് എന്റെ എല്ലാം. പൊന്നാരമ്മേ, അമ്മേ. എടുക്കാൻ പറഞ്ഞ പെൺഡ്രൈവ് മാറിപ്പോയാ എന്തോ? സാറേ, തൊലി ഉരിയാണ് സാറേ. അപരാധ വിസ്മയം. ഇന്ത്യൻ സൊസൈറ്റി ഈസ് എ ലാർജ്ലി എ റൂറൽ സൊസൈറ്റി. താൻ കാണുന്നില്ലേ? വേണ്ട സാർ, ടൈറ്റിൽ കണ്ടപ്പോഴേക്കും എനിക്ക് തൃപ്തിയായി. ഈ സായാഹ്ന വേളയിൽ ഞാൻ അമ്മയ്ക്കൊരു പാട്ട് പാടിത്തരട്ടെ. സ്നേഹമാണമ്മ, കടലാണമ്മ. നേന്ത്രപ്പഴം വാങ്ങാൻ മുമ്പ് എന്തിണ്ടാ പുല്ലേ പാട്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. സ്നേഹമാണമ്മ, കടലാണമ്മ. ഇതെന്തൊരു പാട്ട്? സാർ, കറാച്ചി റെസൊല്യൂഷൻ. കറാച്ചി ഒരു കറാച്ചിയിൽ നിന്ന് കണ്ടോണ്ടിരിക്കണേ. സ്നേഹമാണമ്മ, കടലാണമ്മ, കടലമ്മയാണമ്മ, പുന്നാരമ്മ. അതാ പിന്നെ സ്നേഹമാണ് കടലാണ് നിന്റെ അമ്മൂമ്മേരെ നായര്. പാസിയിടോ ഒന്ന്. പോസ് ചെയ്യരുത്, സ്കിപ്പും ചെയ്യരുത്. 2x സ്പീഡിൽ ഇടാമോ? പാടില്ല, കണ്ടു തന്നെ തീർക്കണം. മോനെ അഭിജിത്തെ, നീ നരകത്തിലാണല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഇല്ല, ഈ അപരാധമൊക്കെ ഉണ്ടാക്കി വെച്ച നിന്നെ ദൈവം പിടിച്ച് സ്വർഗത്തിലിടും. അമ്മ, ഞാൻ പാട്ടുപാടി കഴിഞ്ഞു. ഇനി ഞാൻ അക്കരക്കരയിലെ അവറാച്ചിന്റെ കടയിൽ പോയി 1 കിലോ നേന്ത്രപ്പഴം വാങ്ങിച്ചോണ്ട് വരട്ടെ? മോൻ പോയി വാങ്ങിച്ചോണ്ട് വരൂ, അമ്മ ഷാർജ ഉണ്ടാക്കി തരാം. ഓക്കെ അമ്മ. അവന്റെ തൊലിഞ്ഞ പാട്ട് കഴിഞ്ഞ്. അഭിജിത്ത്, പാട്ട് തന്നെ ഒരു 1/2 മണിക്കൂർ ആക്കാമായിരുന്നു. നല്ല രസമുണ്ട് കേക്കാൻ. അല്ലെങ്കിൽ വേണ്ട, ഷാർജ ഉണ്ടാക്കി തരുന്ന അമ്മയ്ക്ക് വേണ്ടി ഈ മകന്റെ ഒരു ഡാൻസ് ആവാം. അയ്യോ, ഇവന് ഭ്രാന്താണ്. തപ്പ ഡാൻസ് കളിക്കാൻ പോണ്. നേത്രപ്പഴം വാങ്ങിക്കാൻ പോയാലേ അത് വാങ്ങിക്കണം. തള്ളേ, നിങ്ങളൊരു അമ്മ അല്ലേ? സ്വന്തം മോനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അഭിജിത്ത്, പാലിനോ കപ്പലണ്ടി, ആ ആ ബോസിനോ കപ്പലണ്ടി, ആ ആ പഴത്തിനോ കപ്പലണ്ടി, ആ ആ കപ്പലണ്ടിയല്ല അവന്റെ അമ്മ തരും ഷാർജ, ആ ആ ഞാൻ കുടിക്കും ഷാർജ, ആ ആ നീ കുടിക്കും ഷാർജ, ആ ആ അമ്മ തരും ഷാർജ, ആ ആ അമ്മ തരും ഷാർജ. നോ ഡിസ്കഷൻ ഇൻ ദ സോഷ്യൽ ചേഞ്ച് ഇൻ ദ സൊസൈറ്റി. അമ്മ തരും ഷാർജ, അയ്യോ, നോക്കണ്ട, പഠിച്ചെല്ലാം മറന്നുപോകും. ദ ഫൈനലി ഫസ്റ്റ് സെഞ്ചുറി ഓഫ് ദ പോസിബിൾ. അമ്മ തരും ഷാർജ, ആ ആ ഞാൻ ഏടോ, ഇതെന്താടോ ഇവൻ പടച്ചു വിട്ടിരിക്കുന്നത്? ഇത് തീരുവില്ലേ? തുടങ്ങിയതേ ഉള്ളൂ സാർ. അമ്മ, ഞാൻ അക്കരക്കരയിലെ അവറാച്ചിന്റെ കടയിൽ പോയി 1 കിലോ നേന്ത്രപ്പഴവും ബൂസ്റ്റ് പാലും വാങ്ങിച്ചോണ്ട് വരട്ടെ? പോയിട്ട് വരൂ മകനെ. ശരി അമ്മ. അഭിജിത്ത്, കണ്ണു പൊത്തിയിരിക്കാൻ പറ്റോ? പാടില്ല. This is cheating, this is cheating. കൃഷ്ണൻ, ഇത്രയും ശ്രദ്ധ പൂണ്ടിരിക്കാൻ അതിന്റെ അകത്ത് എന്തിരിക്കുന്നുണ്ടോ? അത് തന്നെ സാറേ, ഞാനും നോക്കണ. നിന്റെ അകത്ത് എന്തിരിക്കണ്? അമ്മ, എന്താ ഈ സമയത്ത് ഒരു കിടത്തം? ഞാൻ അക്കരക്കരയിലെ അവറാച്ചിന്റെ കടയിൽ പോയി നേന്ത്രപ്പഴവും ബൂസ്റ്റ് പാലും വാങ്ങിച്ചോണ്ട് വന്നു ഷാർജ അടിക്കാൻ. സാർ, ക്ലൈമാക്സ് എത്തി. അവൻ പാലും പഴവും വാങ്ങിച്ചോണ്ട് വന്ന്. അമ്മ, എണീക്കമ്മ. അമ്മ, 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 ദൈവമേ. ആ പാവ സ്ത്രീ മരിച്ചത് തന്നെ നല്ലത്. അല്ലെങ്കിൽ അവൻ പാലും പഴവും കൊടുത്ത് അതിനെ കൊന്നേര. ഓ, എന്തൊരു അഭിനയം. അയ്യോ, അമ്മ തരും ഷാർജ, നീ കുടിക്കും ഷാർജ, ഞങ്ങൾ കുടിക്കും ഷാർജ. പാവം, അമ്മ തരും ഷാർജ. അമ്മയില്ലാത്ത ലോകത്ത് ഇനി ഞാൻ വേണ്ട. ഇവ എന്താടോ സ്വയം കുത്തി മരിക്കുന്ന എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞപ്പോൾ പഴംപൊരി കഴിക്കുന്ന എക്സ്പ്രഷൻ ഇടുന്നത്? എന്റെ ഉയര് തിരിച്ചു കിട്ടി. മോനെ അഭിജിത്തെ, പിന്നെ നമ്മൾ പോകുമ്പോ ഈ പെൺഡ്രൈവ് കൊണ്ടുപോകും. കാരണം ഇനി ആരും കാണണ്ട, ഇത് തല്ലിപ്പൊളിച്ച് കളയാൻ നമുക്ക്. ഓക്കെ? ഹാവ് പഠിച്ചൊരു ടെക്സ്റ്റ് ബുക്ക് തീർന്നു. തീർന്നിട്ടില്ല. ഇത്രയും നമ്മൾ ഇരുത്തിയത് പോരെ? അതെ സാർ, ഇതിനൊരു 2ാം ഭാഗം കൂടിയുണ്ട്. ദോ കിടക്കണ്, പാലും പഴവും ദ റിഡംഷൻ. 5.5 മണിക്കൂറുണ്ട് ഡ്യൂറേഷൻ. എനിക്ക് നീ കാണാൻ വയ്യ. കണ്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലും. കൊല്ലടാ, പിന്നെ നീ എന്നാ? നീ മരിച്ചില്ലായിരുന്നെങ്കിലേ നിന്നെ ഞാൻ കൊന്നേനാ. നീ എന്നെ കൊന്നാലും ഞാൻ മരിച്ചിട്ട് അവിടെ വന്ന് ആത്മാവായിട്ട് നിന്നെ കൊല്ലും. മലങ്കള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ട് അവൻ
പണിയുടെ വരുന്നേ. ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. സാർ, അഭിജിത്തിനെ വിഷമിപ്പിക്കണ്ട. ബാക്കിയും കൂടി ഇരുന്ന് കണ്ടോളൂ സാർ. നിങ്ങൾ കണ്ടു തീർക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇയർ ബുക്ക് തീർത്തോളാം. അത് 2018 ആടോ. എന്തായാലും എന്താ സാർ, അറിവ് പോരെ. അഭിജിത്ത്, നിന്നെ ഞാൻ കൊല്ലും. സാർ, അയാൾ മരിച്ചു. അച്ഛാ, ഞാൻ അക്കരക്കരയിലെ അവറാൻ ചേട്ടന്റെ കടയിൽ പോയി 1/2 കിലോ നേന്ത്രപ്പഴം വാങ്ങിച്ചോണ്ട് വരട്ടെ? ഈശ്വരാ.